നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് പണമുണ്ടാക്കാൻ സഹായിക്കുന്ന 7 നിയമങ്ങളെ പറ്റിയാണ്. ജീവിതത്തിൽ ധാരാളം പണം സമ്പാദിക്കുക, ആ പണം കൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടിയും സമ്പന്നമായി ജീവിക്കുക എന്നൊക്കെയായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം. ലോകത്തിൻ്റെ മുഴുവൻ സമ്പത്തിൽ അധികവും 1% മാത്രം കേന്ദ്രീകൃതമാണ്. ബാക്കി 99% ആൾക്കാരും പണമുണ്ടാക്കാനായി നെട്ടോട്ടമോടുന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അതവരുടെ മൈൻഡ് സെറ്റാണ്. സമ്പന്നരുടെ മാനസിക നിലയുള്ളവർ കൂടുതൽ സമ്പത്തുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ സാധാരണക്കാരൻ്റെ മനോനിലയുള്ളവർ പണമുണ്ടാക്കാനായി ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ടിയിരിക്കുന്നു. സമ്പന്നരുടെ മൈൻഡ് സെറ്റുള്ള ആളുകൾ പിന്തുടരുന്ന 7 പണത്തെക്കുറിച്ചുള്ള നിയമങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമതായിട്ട് നമ്മളുടെ വരുമാനത്തേക്കാൾ കുറവ് ചിലവാക്കുക എന്നുള്ളതാണ്. വരുമാനത്തിന് കീഴിൽ ജീവിക്കുക എന്ന് പറയും. നിങ്ങളൊരു ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ട് സമ്പന്നതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എപ്പോഴും എന്താ പറയുക, കുറച്ച് മാത്രം നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ശേഷം ബാക്കി കൂടുതൽ അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ ആ ബിസിനസ്സിനെ വളർത്തുക, അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എപ്പോഴും വരുമാനത്തിൻ്റെ താഴെ മാത്രം ചിലവ് ഉറപ്പുവരുത്തുക. രണ്ടാമത്തേത് തനിക്ക് തന്നെ സംഭരിക്കുക, അഥവാ വരുമാനത്തിൻ്റെ ഒരു ഭാഗം തനിക്ക് തന്നെ നീക്കി വെക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ചിലവുകൾക്കും മറ്റു പേഴ്സണൽ കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട്. ശേഷം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ബാക്കി തുക നിക്ഷേപിക്കാവുന്നതാണ്. ബിസിനസ്സിലോ അല്ലെങ്കിൽ മറ്റു നിക്ഷേപ മാർഗങ്ങളിൽ നിങ്ങൾക്ക് ഭാവിയിലേക്കായിട്ട് നിക്ഷേപിക്കാവുന്നതാണ്, സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട്. മൂന്നാമത്തേത് മോശം കടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡ് പോലുള്ളതായിരിക്കുന്ന കടങ്ങൾ ഒഴിവാക്കുക. ഉയർന്ന പലിശ വരുന്നതായിരിക്കുന്ന അത്തരത്തിലുള്ള കടങ്ങൾ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം അതൊക്കെ പിന്നീട് ഊരാക്കുടുക്കായി മാറുന്ന സംഭവമാണ്. എങ്ങാനും ഒരു EMI ഒക്കെ തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് വല്ലാത്ത ഊരാക്കുടുക്കായി മാറുന്നതായിട്ട് നമുക്ക് ചുറ്റും പലർക്കും അത് സംഭവിക്കുന്നതായിട്ട് നാം കണ്ടുവരുന്നുണ്ടല്ലോ. നാലാമതായി പറയുന്നത് ബുദ്ധിപരമായ നിക്ഷേപം നടത്തുക. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ റിസ്ക് സ്വീകരണ ശേഷിക്കും അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ പണം നിങ്ങൾ ബുദ്ധിപരമായ നിക്ഷേപങ്ങളിലേക്ക് നിക്ഷേപിക്കുക. പാസീവ് ഇൻകം ലഭിക്കുന്നതായിരിക്കുന്ന ഒരുപാട് തരത്തിലുള്ള നിക്ഷേപ സാധ്യതകൾ ഇന്നുണ്ടല്ലോ. അത്തരത്തിലുള്ള നിക്ഷേപങ്ങളിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങളുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അഞ്ചാമതായി പറയുന്നത് നമുക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ്. ഒരു 3 മാസം തൊട്ട് 6 മാസം വരെയുള്ള നമ്മളുടെ ചിലവുകൾക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ കൂടെ അതിനൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ കേസോ അങ്ങനത്തെ എന്തെങ്കിലും അതിനൊക്കെയായിട്ട് നമുക്കൊരു എമർജൻസി ഫണ്ട് എപ്പോഴും മാറ്റി വെച്ചിട്ട് വേണം മറ്റുള്ള കാര്യങ്ങളിലേക്ക് പണം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇതിനകത്ത് അഞ്ചാമതായിട്ട് പറയുന്നത്. ആറാമതായിട്ട് എനിക്ക് പറയാനുള്ളത് പലിശയെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരുപാട് ആളുകൾ ഇതിനെ കൊണ്ടിട്ട് ലോണായാലും അല്ലാത്ത ബ്ലൈൻഡ് പലിശയായാലും അങ്ങനെയൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ലോണെടുത്ത് കാർ വാങ്ങുന്നു, ലോണെടുത്ത് വീട് വെക്കുന്നു, അല്ലെങ്കിൽ ലോണെടുത്തിട്ട് മറ്റു ബിസിനസ്സിലാണെങ്കിൽ പോലും ലോൺ എടുത്തിട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു EMI മുടങ്ങിയാൽ മതി അത് ഏറ്റവും വലിയ വള്ളിക്കെട്ടായി മാറാനായിട്ട്. നമ്മൾ ഒരുപാട് ആളുകളെ കാണുന്നുണ്ടല്ലോ, അവസാനം ലോൺ എടുത്തിട്ട് വീട് വെക്കുന്നു, അവസാനം അത് അടക്കാൻ പറ്റാതെ അവസാനം വിൽക്കേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ ബാങ്കുകാർ കൊണ്ടുപോകുന്നു. വണ്ടി വാങ്ങുന്നു EMI ആയിട്ട്, ലോണായിട്ട്, എന്നിട്ട് എപ്പോഴും കാണാം റിക്കവറി വണ്ടിയുമായിട്ട് വന്നിട്ട് വണ്ടി പൊക്കിക്കൊണ്ട് പോകുന്നു ഫിനാൻസുകാർ. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ ഈ പലിശ എന്ന് പറയുന്ന സംഭവം ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യൻ്റെ ആയുസ്സും ആരോഗ്യവും മുഴുവൻ ചിലവാക്കി സമ്പാദ്യം മുഴുവൻ അപഹരിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് ബാങ്കുകാർ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഫിനാൻസ് കമ്പനികൾ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് പലിശ എന്ന് പറഞ്ഞാൽ. അതുമായിട്ട് പൂർണ്ണമായിട്ടും തെറ്റിപ്പിരിയുക, ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഏഴാമത്തേതും അവസാനത്തേതുമായിട്ട് പറയാനുള്ളത് സാമ്പത്തികമായിട്ടുള്ള വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ്. സാമ്പത്തിക വിദ്യാഭ്യാസം, സമ്പത്തിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ കൂടുതലായി നേടുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി. കുറേ ജനറൽ നോളജ് ഉണ്ടായതുകൊണ്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. പണമിടപാടുകളെക്കുറിച്ചും നിക്ഷേപങ്ങളെക്കുറിച്ചും വ്യക്തിപരമായ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുമൊക്കെ അറിവുണ്ടാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബില്ലടയ്ക്കാനും അതുപോലെ തന്നെ EMI അടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് പെടാപ്പാടുപെടുന്ന സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊക്കെ കരകയറാൻ വേണ്ടിയിട്ടുള്ള ഒരു
സമ്പത്തുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട 7 നിർദ്ദേശങ്ങളായിട്ട് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ലൈക്കും സബും ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.